സ്പെഡെക്സ് ദൗത്യത്തിൽ ഡോക്കിംഗ് വൈകുന്നു. 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വരെ കുറച്ച ശേഷം വീണ്ടും അകലം കൂട്ടി. ലഭ്യമായ വിവരങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം ഡോക്കിംഗ് വീണ്ടും നടക്കുമെന്ന് ISRO അറിയിച്ചു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് നാഴികക്കല്ലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പേഡെക്സ് ദൗത്യത്തിലെ ഡോക്കിംഗ് പൂർത്തിയാക്കാനായില്ല. 2 ചെറു ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വൈകും. 2 ഉപഗ്രഹങ്ങൾ SDX-1 ചേസറും SDX-2 ടാർഗറ്റും തമ്മിലുള്ള അകലം 3 മീറ്റർ മാത്രമായി കുറയ്ക്കാൻ വിജയകരമായി കഴിഞ്ഞു. പരീക്ഷണ ശ്രമത്തിനു ശേഷം ഇവ തമ്മിലുള്ള അകലം കൂട്ടി. രണ്ട് തവണ മാറ്റിവെച്ച ഡോക്കിംഗ് ദൗത്യത്തിൽ അകലം പരമാവധി കുറയ്ക്കാനായത് ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ലഭ്യമായ വിവരങ്ങൾ സസൂക്ഷ്മം പഠിച്ച ശേഷം തുടർ നീക്കങ്ങൾ എന്നാണ് ഇസ്രോ അറിയിക്കുന്നത്. 15 മീറ്റർ അകലത്തിൽ പരസ്പരം അത്യുഗ്രൻ ചിത്രങ്ങളും ദൃശ്യങ്ങളും ലഭിച്ചെന്നും ഇന്ത്യ കാത്തിരുന്ന ഹസ്തദാനത്തിന് 50 അടി മാത്രമാണ് അകലമെന്നുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇസ്രോയുടെ ട്വീറ്റ്. 220 കിലോഗ്രാം വീതമുള്ള ചെറു ഉപഗ്രഹങ്ങൾ ഡിസംബർ 30-നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്. 10 ദിവസം കൊണ്ട് ഈ 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ 2 തവണ ഡോക്കിംഗ് പ്രക്രിയ മാറ്റിവെച്ചിരുന്നു. ഡോക്കിങ്ങിന് ശേഷം ചേസറും ടാർഗറ്റും ഒറ്റ ഉപഗ്രഹമായി പ്രവർത്തിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം വേർപെടുത്തി 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷക്കാലം ബഹിരാകാശത്ത് പ്രവർത്തിക്കും. ഇതാണ് സ്പേഡെക്സ് ദൗത്യലക്ഷ്യം. ദൗത്യം വിജയിച്ചാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യയും. ബഹിരാകാശ സ്റ്റേഷൻ എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിനും ചന്ദ്രയാനിന്റെ 4ാം ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് വിജയം അതിനിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, News 18.